أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، وأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നല്ലവരായ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ടതാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ഇത് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി തെരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കുറ്റമ്പാറ ഉസ്താദ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കൂടി പ്രസംഗിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് ഇന്ന് തന്നെ തീർത്തും പറയാൻ പാടില്ലല്ലോ. അതേസമയം അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ് അവൻ എവിടെയും എപ്പോഴും നടപ്പാക്കുന്നത്. നമുക്ക് അധികാരങ്ങൾ ഇല്ല. പലതും നമ്മൾ പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കണം. ആ പ്ലാൻ ചെയ്യുന്നത് വിജയിപ്പിച്ചു തരുന്നവൻ അല്ലാഹുവാണ്. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം നടക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതേസമയം അത് നടക്കുന്നില്ലെങ്കിൽ വരണം എന്നുദ്ദേശിച്ച് ഞാൻ ഡയറിയിൽ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടും ഉണ്ട്. അതുകൊണ്ട് സാധാരണയായി പണ്ഡിതന്മാർക്കറിയാം, ഇഖ്റാർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം കേട്ടിട്ട് അദ്ദേഹം മൗനിയായി അവിടെ ഇരുന്നാൽ മൗനം സമ്മതം എന്നാണ്.
അപ്പോൾ ഞാനൊരു വാക്ക് ലംഘിച്ചവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി അഡ്വാൻസ് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം മുഴുക്കെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ പറയുകയും തെറ്റായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുക എന്നത് ഈമാനുള്ളവരുടെ ഒരു ബാധ്യതയാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. ഈമാനുള്ള പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും അവർ പരസ്പരം സഹായികളാണ്. എങ്ങനെയാണ് അവരുടെ ഏറ്റവും വലിയ സഹായം നടക്കുന്നത്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എല്ലാ ജനങ്ങളെയും സഹായിക്കുന്നവനാണ്. ഓരോ സത്യവിശ്വാസിയിൽ നിന്ന് ആർക്കും ഒരു ശല്യവും ആശങ്കപ്പെടാനില്ല. ലാ യുമിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവായിഖഹു. സത്യം ചെയ്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമാണ്, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഹത്താ യഅ്മന ജാറുഹു ബവായിഖഹു. അവന്റെ സമീപത്തുള്ളവർ, അവന്റെ അയൽവാസികൾ, അവന്റെ സമീപത്ത് ജീവിക്കുന്നവർ, അവരുടെ മനസ്സിൽ ഇവനിൽ നിന്നൊരു ശല്യം ഉണ്ടാവുകയില്ല എന്ന കൃത്യമായ വിശ്വാസം ആർജിക്കുമ്പോൾ മാത്രമേ ഒരാൾ സത്യവിശ്വാസിയാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസം പറഞ്ഞിട്ടില്ല. മറിച്ച് തൊട്ടടുത്ത് ജീവിക്കുന്നവർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ധാരാളം ഹദീസുകളിൽ മനുഷ്യർ എന്ന നിലക്ക് തന്നെയാണ് സ്നേഹവും സഹകരണവും നൽകാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. മനുഷ്യർക്ക്, ജനങ്ങൾക്ക് നീ താല്പര്യപ്പെടണം. നിനക്ക് നീ താല്പര്യപ്പെടുന്നത് എന്താണോ അത് താല്പര്യപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരാളും അവന്റെ ഭാര്യ ഒരു വിധവയാകണം എന്നോ അല്ലെങ്കിൽ അവന്റെ സന്താനങ്ങൾ അനാഥരാകണം എന്നോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾ അവശത അനുഭവിക്കുമ്പോൾ അവൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകണമെന്നോ ആഗ്രഹിക്കുകയില്ല. എങ്കിൽ പിന്നെ ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യന് അവന് ആഗ്രഹിക്കാത്തത് മറ്റൊരാൾക്ക് ആഗ്രഹിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ അവനൊരു കൊലയാളിയാകൂല, അവനൊരു അക്രമിയാവൂല, അവനൊരു ശല്യം ചെയ്യുന്നവനാകൂല, അവനൊരു ഭീകരവാദിയാവൂല, അവനൊരു തീവ്രവാദിയാവൂല, അവനൊരു വർഗീയവാദിയാവൂല. ലോകത്ത് ധാരാളം ജനങ്ങളുണ്ട്. അവരിൽ പലരും പല വിശ്വാസക്കാരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചു, വലൗ ശാഅ റബ്ബുക പോലെ വിശ്വസിക്കുന്നവരാകുമായിരുന്നു. പക്ഷേ അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അവൻ ഉദ്ദേശിക്കാത്തത് ഇവിടെ ഒന്നും നടക്കുകയില്ല എന്നല്ല. ഏതൊരാൾക്കും ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ പോലും അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഖുർആൻ അത് ആദ്യം ഉദ്ദേശിക്കണം.
അവൻ ഉദ്ദേശിച്ചാലേ എനിക്കുദ്ദേശിക്കാൻ കഴിയൂ, നിങ്ങൾക്കുദ്ദേശിക്കാൻ കഴിയൂ. അല്ലാതെ എനിക്ക് സ്വന്തമായി ഒരു ഉദ്ദേശം പോലും സാധ്യമല്ല. കാരണം സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, സർവ്വ വസ്തുക്കളുടെയും സർവ്വ വിഷയങ്ങളുടെയും സർവാധികാരമുള്ള സർവാധിപതിയായ സർവകാലത്തിന്റെയും സർവലോകത്തിന്റെയും സർവലോക അധിപനായ സർവലോകത്തിന്റെ നിയന്താവായ ലോകസഖാവായ അല്ലാഹ്, ആ അല്ലാഹു ഉദ്ദേശിക്കുന്നതിലപ്പുറം ഇവിടെ ഒന്നും നടക്കുകയില്ല. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു الناس ഹത്താ യകൂനൂ മുഅ്മിനീൻ. എല്ലാവരും വിശ്വാസികളാകണം എന്ന നിലക്ക് നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയോ? അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇസ്ലാം. ഇസ്ലാം സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള ഒരു മതമാണ് ഇസ്ലാം. കാരണം അത് ലോകസഖാവായ അല്ലാഹു മനുഷ്യ നന്മക്ക്, സർവസൃഷ്ടികളുടെയും നന്മക്ക്, ലോക നന്മക്ക് വേണ്ടി അവൻ സ്ഥാപിച്ചു നൽകിയിട്ടുള്ളതാണ്. വദഉൻ ഇലാഹിയ്യുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും എല്ലാ നന്മകളും വാരിക്കൂട്ടാനുള്ള, അതേ സ്വന്തമായി യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, ബുദ്ധിയുള്ളവന് ചിന്തിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന അല്ലാഹു സ്ഥാപിച്ച മതമാണ് അൽ ഇസ്ലാം. അതിൽ ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല. അൽ ഇസ്ലാം, ഇസ്ലാം ദീൻ, അതിന്റെ നിർവചനം ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ തഹ്ഫീൽ വിവരിച്ചതനുസരിച്ചാണ് ഞാൻ വിവരിച്ചിട്ടുള്ളത്. ആ പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം സർവ സൃഷ്ടികൾക്കും ഉപകാരപ്രദമാണ്. ആ ഇസ്ലാം ഒരിക്കലും ഒരാൾക്കും ശല്യം ചെയ്യൂല, ആരെയും വിഷമിപ്പിക്കൂല, മറിച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അൽ ഇസ്ലാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സ്ഥാപകൻ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രബോധകരും പ്രചാരകരും മാത്രമാണ്. അതിന്റെ സ്ഥാപകൻ സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച സഖാവായ അല്ലാഹുവാണ്. ആ അല്ലാഹു സ്ഥാപിച്ച മതം ഇവിടെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും സർവ മനുഷ്യരെയും സർവ രാഷ്ട്രക്കാരെയും സർവ കളറുള്ളവരെയും സർവ ഭാഷക്കാരെയും സർവ പാർട്ടിക്കാരെയും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവനാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു സൂഫിയാക്കളിൽ ഒരു വലിയ പ്രമുഖനാണ്. അശ്ശൈഖുൽ അക്ബർ എന്ന് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാര് പറയുന്നത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ മഹാനവറുകളുടെ ഭാഷയും മഹാനവറുകളുടെ ചിന്തയും മഹാനവറുകൾ പറയുന്ന ശൈലിയും വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയാത്തവർ നോക്കാൻ പാടില്ല എന്നും ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ നോക്കുമ്പോൾ പലരും അബദ്ധത്തിൽ ചാടിപ്പോകും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഈദുൽ ഹഖീഖ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. സൂഫിയാക്കളുടെ കിതാബ് നോക്കിയിട്ട് ഒരാൾ ഫിർഔൻ സ്വർഗത്തിലാണെന്ന് വാദിച്ചു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ വാദം സംഭവിച്ചത് അദ്ദേഹം ആവശ്യമില്ലാത്ത ഗ്രന്ഥങ്ങൾ നോക്കിയത് കൊണ്ടാണ്. അദ്ദേഹം തഫ്സീറിന്റെയും ഹദീസിന്റെയും ഫിഖഹിന്റെയും അഖീദയുടെയും തസവ്വുഫിന്റെ ഒക്കെ അത്തരത്തിൽ
മനസ്സിലാകുന്ന വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് ഓതി പഠിച്ച് ഉസ്താദുമാരിൽ ആശയങ്ങൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ഭീമമായ അബദ്ധത്തിൽ ചാടുകയില്ലായിരുന്നു. പക്ഷെ ആ കിതാബ് എഴുതിയ വ്യക്തി അതിന് ഉത്തരവാദിയല്ല. എഴുതിയ ആള് പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എഴുതിയ ആള് പറഞ്ഞതിന്റെ ഉദ്ദേശം ഫിർഔൻ കടലിൽ നിന്ന് മുങ്ങിച്ചാകാൻ നോക്കുമ്പോ ആമന്തു ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് വലിയ പ്രശ്നം വരുമ്പോ ശരീരം മനുഷ്യന് കീഴ്പ്പെട്ട് കിട്ടും. ഇതുപോലെ പലരും ശരീരം, ആ ശരീരത്തിന് ആവശ്യമായ റിയാദകൾ, അതിനാവശ്യമായ പ്രാക്ടീസുകൾ, അതിനാവശ്യമായ സർവീസുകൾ അത് കൊടുത്തുകൊണ്ട് ശരീരത്തെ പാകപ്പെടുത്തുമ്പോഴാണ് ശരിക്കും ശരീരം ഈമാനും തഖ്വയും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതിന് ഉദാഹരണം പറഞ്ഞതായിരുന്നു ആ മഹാനായ സൂഫി. പക്ഷേ അത് മനസ്സിലാക്കിയതിൽ ഈ നോക്കിയ വ്യക്തിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു തഈദുൽ ഹഖീഖ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മാനവർകൾ തന്നെ അല്ലെങ്കിൽ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫുൽ മിനനിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഒരു വാചകം പറഞ്ഞു, ഖുൽതു ബഹ്റൻ വഖഫൽ അംബിയാഉ ബിസാഹിലിഹി, ഞാനൊരു കടലിൽ കടന്നു. വഖഫൽ അംബിയാഉ ബിസാഹിലിഹി, അമ്പിയാക്കൾ അതിന്റെ കരക്ക് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു വാചകം പറഞ്ഞു. പലരും അതിനെ സംബന്ധിച്ച് പലതും പറഞ്ഞു. ആ മഹാനായ വ്യക്തിയെ അത് തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന വിധത്തിൽ പലരും വിശദീകരിച്ചു. ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇമാം ഇബ്നു അതാഇ റളിയല്ലാഹു അൻഹു അബൂ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിച്ച് നമുക്ക് കാണാം. മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ഉദ്ദേശം അവർ വിചാരിച്ചതുപോലെയല്ല. അമ്പിയാക്കൾ ഉന്നത സ്ഥാനത്തുള്ളവരാണ്. അമ്പിയാക്കളുടെ സ്ഥാനം ഒരു വലിയനും ലഭിച്ചിട്ടില്ല, ലഭിക്കുകയും ഇല്ല. പിന്നെ മഹാനവറുകൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവിടുന്ന് പറഞ്ഞതിന്റെ അർത്ഥം അമ്പിയാക്കൾക്ക് കരയോടടുത്ത, കടലിനോടടുത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ധാരാളം ആളുകളെ തൗഹീദിന്റെ ബഹറിലേക്ക്, തൗഹീദിന്റെ കടലിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അവർ തൗഹീദിന്റെ അങ്ങേയറ്റത്തെ കടലിൽ, സമുദ്രത്തിൽ കടന്നതോടുകൂടി തന്നെ മറ്റുള്ള പലരെയും കൊണ്ടുവരാൻ സാധിച്ചു. അതേ സമയത്ത് ഞാൻ ആ തൗഹീദിന്റെ ബഹറിൽ കടന്നപ്പോൾ എനിക്ക് ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അമ്പിയാക്കളെ ബഹുമാനിച്ച് പറഞ്ഞതാണ് എന്ന് ആരിഫീങ്ങൾ അത് വിശദീകരിച്ചു. ഞാനിത് പറഞ്ഞു വന്നത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം ഞാൻ ഉദ്ധരിക്കുമ്പോ മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിച്ചു പോകാതിരിക്കാനാണ് ഞാൻ ഈ ഒരു വിശദീകരണം നൽകിയത്. ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം എന്നെപ്പോലുള്ളവർ, നമ്മെപ്പോലുള്ളവർ നോക്കുമ്പോ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അഥവാ മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന് വിരുദ്ധമാണെന്ന് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നോക്കാൻ തന്നെ പാടില്ല. മഹാനായ അല്ലാമ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു സംഭവം എടുത്തുദ്ധരിച്ചു. ആ സംഭവം എന്താണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള മഹാനായിരുന്നു. ഏത് മഹാന്മാരും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മഹാന്മാരാരും ജീവിച്ചിരിപ്പില്ലാത്ത പ്രസ്ഥാനങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവർ ഇല്ലാതെ പോയത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ളവർ ഏത് ഭക്ഷണവും മുടക്കാൻ എന്ത് വഴിയുണ്ട് എന്നാണ് സാധാരണ ചിന്തിക്കാറുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ മരിച്ചാൽ 7 ദിവസം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണെന്ന് വിശ്വസിക്കുന്നവരും അത് പറയുന്നവരും, അത് നമ്മുടെ ഇമാമീങ്ങൾ, ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിൽ ഫതാവയിലും ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഫതാവയിലുമൊക്കെ രേഖപ്പെടുത്തിയതാണ്. മരിച്ച മയ്യിത്തിന്റെ പേരിൽ
7 ദിവസം ഭക്ഷണം കൊടുക്കണമെന്നും അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് ഖബറിൽ വലിയ അളവ് കിട്ടാൻ കാരണമാണെന്നും അതിനാൽ സഹാബികളുടെ കാലഘട്ടം മുതൽ 900ഓളം കൊല്ലമായി ആ ഒരു പുണ്യകർമ്മം മക്കയിലും മദീനയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണെന്നും ഫതാവൽ കുബ്രയിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. പക്ഷേ ഏതൊരു കടുത്ത ബിദ്അത്താണെന്ന് പറയുന്ന ഭക്ഷണം മുടക്കികളെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഇസ്ലാമിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യം ആസ്വദിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് അതിന്റെ വസ്തുത. അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഖൈറായ കാര്യം എന്താണ് നബിയെ ചോദിച്ചപ്പോൾ ഒന്നാമത്തെ മറുപടി തന്നെ തുത്ഇമു തുആം, ഭക്ഷണം കൊടുക്കലാണ് എന്നാ പറഞ്ഞത്. ഭക്ഷണം കൊടുക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ താല്പര്യമുള്ള വിഷയമാണ് ഭക്ഷണം കൊടുക്കൽ. എല്ലാ അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ്. ഭക്ഷണം കൊടുക്കൽ അവർക്ക് വലിയ താല്പര്യമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് ഭക്ഷണം തേടി വന്ന സ്വന്തം സഹോദരന്മാർ, അവർ കടുത്ത എതിരാളികളും അക്രമികളും അതുപോലെ അസൂയാലുക്കളും മഹാനവറുകളെ പൊട്ടക്കിണറ്റിലെറിഞ്ഞവരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ പോലും ആ സഹോദരന്മാർക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകിയിട്ട് ആ ഭക്ഷണത്തിന്റെ തുക അവര് കൊണ്ടുവന്ന സഞ്ചിയിൽ തന്നെ വെച്ച് കെട്ടി പറഞ്ഞേക്കുകയായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഭക്ഷണം കൊടുക്കാത്ത ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുന്ന വിധത്തിൽ മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യാത്ര ചെയ്തപ്പോൾ അങ്ങനെ അവരിങ്ങനെ പോയി. അങ്ങനെ അവരൊരു ഖറിയയിൽ എത്തിച്ചേർന്നു, ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ചെന്നപ്പോൾ ആ ഗ്രാമപ്രദേശക്കാരോട് ഭക്ഷണത്തിന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവരെ സൽക്കരിക്കാൻ അവർ തയ്യാറായില്ല എന്നത് അവർക്ക് വളരെ മോശമായ ഒരു കാര്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാം. എവിടെയും ഭക്ഷണം കൊടുക്കുന്നതിന് അനുകൂലമായി മാത്രമേ ആരും സംസാരിക്കാൻ പാടുള്ളൂ. അത് മരിച്ച സമയത്താണെങ്കിലും ശരി, ജനിച്ച സമയത്താണെങ്കിലും ശരി, അല്ലാത്ത സമയത്താണെങ്കിലും ശരി, ഭക്ഷണം കൊടുക്കുക എന്നതൊരു വലിയ പുണ്യകർമ്മമാണ്, ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം വിതരണം ചെയ്യുമ്പോ ഒരു മജൂസി, തീനെ ആരാധിക്കുന്ന ആള്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ബഹുദൈവ വിശ്വാസി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഭക്ഷണത്തിന് വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന വിശ്വാസക്കാരനാണോ? അല്ല, ഞാൻ ബഹുദൈവ വിശ്വാസിയാണ്. നീ എന്നാൽ ലോകസട്ടാവായ പടച്ചവൻ, അവൻ മാത്രമാണ് യഥാർത്ഥ ദൈവം, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നീ പറഞ്ഞാൽ ഞാൻ നിനക്ക് ഭക്ഷണം തരും. അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ അച്ഛന്മാരൊക്കെ നേരത്തെ വിശ്വസിച്ചിരുന്ന വിശ്വാസം അത് തള്ളിയിട്ട് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണ്ട. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു, എന്തിനാണ് നിങ്ങൾ തിരിച്ചയച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാര്യം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം, യഥാർത്ഥത്തിൽ ഭക്ഷണം കൊടുക്കുന്നവൻ ഞാനല്ലേ? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ എന്ന് നമ്മൾ സാധാരണ ഓതാറില്ലേ? വആമനഹും മിൻ ഖൗഫ്. ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, നിർഭയത്വം നൽകുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ ഭക്ഷണം തരുന്നവൻ പടച്ചവനാണ്. യുത്ഇമുനി വയസ്ഖീൻ, ഭക്ഷണം തരുന്നവൻ പടച്ചവനാണ്. അതുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ല ഇബ്രാഹിമേ, 70 വയസ്സില്ലേ അയാൾക്ക്? ഈ 70 കൊല്ലവും എന്നെ ആരാധിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ്
നിങ്ങളുടെ തീരുമാനം പുനർവിചിന്തനം നടത്തിയത്. അതെന്റെ യജമാനനായ, എനിക്കെല്ലാ അറിവും നൽകുന്ന, എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന, എന്നെ ഖലീലായി സ്വീകരിക്കുന്ന, എന്നെ അങ്ങേയറ്റം സ്നേഹിച്ച് ആദരിച്ച് എന്നെ റസൂലാക്കിയ, ഖലീലാക്കിയ എന്റെ സട്ടാവായ, ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന എന്റെ റബ്ബ് എന്നെ വിളിച്ച് തിരുത്താൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് ഭക്ഷണം തരാത്തത് കൊണ്ട് നിങ്ങളെ ലോകസൃഷ്ടാവായ പടച്ചവൻ നിങ്ങളെ തിരുത്തി എന്നാണോ പറയുന്നത്? അതെ, എന്നെ തിരുത്തി. അപ്പോഴദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ലോകസൃഷ്ടാവായ പടച്ചവന് സാഷ്ടാംഗം ചെയ്തിട്ടില്ല. ആ ലോകസൃഷ്ടാവായ പടച്ചവനെ ആരാധിച്ചിട്ടില്ല. ഞാൻ അവന്റെ കേവലം സൃഷ്ടിയായ തീയിനെയാണ് ആരാധിച്ചത്. ആ തീ എന്ന് പറയുന്നത് അറിയാതെ തൊട്ടുപോയാൽ ആരാധിക്കുന്ന എന്നെയും പൊള്ളിക്കുന്ന സാധനമാണ്. ആ തീയിനെയാണ് ഞാൻ ആരാധിച്ചത്. അതേസമയം ഇബ്രാഹിം ആരാധിക്കുന്നതോ ഒരു നിലക്കും ഒരു ദിവസവും ഒരാരാധനയും നടത്താത്ത ഞാൻ എന്റെ ആശയം വിടൂല എന്ന് പറഞ്ഞ് ഭക്ഷണം തിരസ്കരിച്ച് പോകുമ്പോ എനിക്ക് ഭക്ഷണം തരാത്തത് കൊണ്ട് ഇബ്രാഹിമിനെ വിളിച്ച് തിരുത്തി എനിക്ക് ഭക്ഷണം തരാൻ പറയുന്ന ലോകസൃഷ്ടാവായ രാജാവ്, അവനെന്തൊരു കാരുണ്യമുള്ള രാജാവാണ്. അവന്റെ കാരുണ്യം എത്ര വിശാലമാണ്. ആ കാരുണ്യവാനായ രാജാവ് തന്നെയല്ലേ ആരാധനക്കർഹൻ. അദ്ദേഹം അവിടെ വെച്ചുറക്കെ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സത്താവായ പടച്ചവനല്ലാതെ, ആ റബ്ബല്ലാതെ, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാനുമിതാ ഉറച്ചു പ്രഖ്യാപിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ച് ഗ്രഹിച്ച് വരാനുള്ള മതമാണ്. ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരുന്ന മതമല്ല. അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. ഇസ്ലാം അക്രമത്തിന്റെ വഴിയിലല്ല, മർദ്ദനത്തിന്റെ വഴിയിലല്ല, വർഗീയതയുടെ വഴിയിലല്ല. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. മഹാനായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ അമ്മ മുസ്ലിമത്തല്ല. സമീപത്ത് വന്നപ്പോ അസ്മാ ബീവി ചോദിക്കുകയാണ്, അഫഅസിലുഹാ, ബൗദ്ധൈവ വിശ്വാസിയായ അമ്മയെ ഞാൻ ആദരിക്കേണ്ടതുണ്ടോ, ബന്ധം ചേർക്കേണ്ടതുണ്ടോ, അല്ല ഞാൻ തിരസ്കരിക്കേണ്ടതുണ്ടോ? അപ്പോഴതാ ഹബീബ് നബി തങ്ങളെ മറുപടി, സ്വലീഹാ, നീ ബന്ധം പുലർത്തണം, അമ്മയെ അമ്മയായി തന്നെ കാണണം. ഇസ്ലാമിൽ ഒരിക്കലും വർഗീയതയില്ല. ഒതുവെടുത്ത് കയറി പോകുമ്പോ തൊട്ടുപോയത് സ്വന്തം ഭാര്യയാണെങ്കിൽ ഒതു മുറിയും. ഭാര്യയുടെ പേര് ഐഷ എന്നാണ്. ഐഷയെ തൊട്ടാൽ ഒതു മുറിയും, ഭാര്യയാണെങ്കിൽ മുറിയും. സുബ്ഹാനല്ലാഹ്, എന്തേ കാരണം? ഈ തൊട്ടത് കൊണ്ട് ഒതു മുറിയാൻ ഒരു നിമിത്തം ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ നിമിത്തം? ആ നിമിത്തം എന്ന് പറയുന്നത് വികാരത്തിന്റെ സാധ്യതയാണ്. വികാര സാധ്യത ഏറ്റവും കൂടുതൽ ഭാര്യയെ സ്പർശിക്കുമ്പോഴാണ്. അതുകൊണ്ട് മറയില്ലാതെ ഭാര്യയെ സ്പർശിച്ചാൽ മുറിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉമ്മയെ തൊട്ടാ മുറിയില്ല, സ്വന്തം പെങ്ങളെ തൊട്ടാ ഒന്നും മുറിയില്ല. കാരണം അവരെ സ്പർശിക്കുമ്പോൾ വികാര സാധ്യതയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ആയിഷ എന്ന ഭാര്യയെ തൊട്ടാൽ ഒന്നു മുറിയുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. രണ്ടാളും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. ഇദ്ദേഹം ഇസ്ലാമിൽ വന്നതിന് ശേഷം ആയിഷയെ വിവാഹം കഴിച്ചതാണ്. പെങ്ങളിപ്പോഴും അവളുടെ പേര്
സുബ്ഹാനല്ലാഹ് സരോജിനി എന്നാണ്, അല്ലെങ്കിൽ മറ്റേതോ മറിയാമ്മ എന്നാണ്. ആ പെങ്ങളെ തൊട്ടാലോ, ആ പെങ്ങളെ തൊട്ടാ ഒന്നും മുറിയൂല. കാരണം എന്താണ്? കാരണം അവള് പെങ്ങളാണ്. ഇസ്ലാമിൽ വർഗീയതയില്ല, വർഗീയമായ നിലക്കുള്ള ഒരു നിയമവും ഇല്ല. ഇസ്ലാം സുതാര്യമാണ്, ആർക്കും പഠിക്കാവുന്നതാണ്, ഗ്രഹിക്കാവുന്നതാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുറ്റമ്പാറ ഉസ്താദ് നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വളരെ ചെറിയ ന്യൂനപക്ഷമായ ചില ആളുകളുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകൾ, അവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ കണ്ട് ഇസ്ലാമിനെ ആരും കുറ്റം പറയണ്ട, ഇസ്ലാമിനെ ആരും ദുഷിക്കണ്ട. ഇസ്ലാം സർവ ഹൈന്ദവനെയും ക്രൈസ്തവനെയും അതേ മറ്റ് മതക്കാരെയും മതമില്ലാത്തവരെയും എല്ലാവരെയും സൃഷ്ടിച്ച് എല്ലാവർക്കും ഓക്സിജൻ നൽകുന്ന, എല്ലാവർക്കും വെള്ളം നൽകുന്ന, എല്ലാവർക്കും കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും നൽകിയ, എല്ലാവർക്കും എല്ലും പല്ലും തോലും നൽകുന്ന, എല്ലാവർക്കും മാംസവും മജ്ജയും നൽകുന്ന, എല്ലാവർക്കും വെള്ളം നൽകുന്ന, എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന, എല്ലാം നൽകുന്ന ലോകസത്താവായ അല്ലാഹ് മനുഷ്യന് മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പൂർണ്ണ മനുഷ്യനായി എങ്ങനെ ജീവിക്കാൻ കഴിയും, എങ്ങനെ ജീവിക്കണം എന്നത് വ്യവസ്ഥിതിപ്പെടുത്തി കൊടുത്തതാണ് അൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അരുതാത്തതൊന്നും ഇസ്ലാമിന്റെ നിയമങ്ങളിൽ കാണാൻ കഴിയില്ല. മുസ്ലിമിന്റെ ഡെഡ് ബോഡി, ആ ഡെഡ് ബോഡി നജസല്ല, മാലിന്യമല്ല. അതേ സമയത്ത് ജീവൻ പോയ കോഴിയാണെങ്കിൽ അതിന്റെ ഡെഡ് ബോഡി നജസാണ്. മാത്രമല്ലല്ലോ ഫതുഹുൽ മുഈൻ പഠിപ്പിച്ചത് മനുഷ്യന്റെ ഡെഡ് ബോഡി നജസല്ല. മനുഷ്യൻ എന്ന നിലക്കുള്ള ഇക്റാം, ബഹുമാനം, വലഖദ് കറംനാ ബനി ആദം, ആ ബഹുമാനം സർവ മനുഷ്യർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡെഡ് ബോഡി നജസല്ല, അത് മുസ്ലിമിന്റേതും നജസല്ല, അമുസ്ലിമിന്റേതും നജസല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ നിങ്ങൾ ഓരോന്നെടുത്തു നോക്കൂ, എത്ര വിശാലമാണ്. അതേ സമയത്ത് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. അതിലുൾപ്പെടാത്തൊരു മുസ്ലിമില്ല, ഒരമുസ്ലിമില്ല. സർവരെയും വിളിച്ചു പറയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ മുഴുവനും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും, ഒരേ അച്ഛനമ്മമാരിൽ നിന്ന്, ഒരേ ബാപ്പ ഉമ്മയിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളാരും കൊരങ്ങന്റെ മക്കളല്ല, നിങ്ങളേതോ പോത്തിന്റെ മക്കളല്ല, നിങ്ങൾ കാളയുടെ മക്കളല്ല. അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് കാളയുടെ സ്വഭാവം കുത്തലുണ്ടാകും, കൊരങ്ങിന്റെ സ്വഭാവമാകും കൊഞ്ഞനം കാട്ടലുണ്ടാകും, പിടിച്ചിവറിയുണ്ടാകും. അതുപോലെ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ജീവിയുടെയും മക്കളല്ല. നിങ്ങൾ ഏത് മതക്കാരും ഏത് ഭാഷക്കാരും എല്ലാവരും ഒരേ ഉമ്മ ബാപ്പയുടെ മക്കളാണ്. പരിശുദ്ധ ഖുർആൻ എല്ലാവരും ഒരേ ബാപ്പ ഉമ്മയുടെ മക്കൾ എന്ന നിലക്ക് സഹോദരീ സഹോദരന്മാരാണെന്ന് പഠിപ്പിക്കുന്നു. ഇത് മാനുഷികമായ സാഹോദര്യ ബന്ധമാണ്. എന്നാൽ അതിനപ്പുറം വേറെ ഒരു ബന്ധമുണ്ട്, അത് നമുക്കറിയാം. ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളായിട്ടുള്ള സാഹോദര്യ ബന്ധം അതൊന്ന് വേറെയാണ്. അതേ, എന്റെ ബാപ്പ മരണപ്പെട്ടു പോയാൽ ഉപ്പാപ്പയില്ല, ബാപ്പയില്ല, എന്നാൽ എന്റെ പെങ്ങളെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം എനിക്കാണ്. അതെന്തേ? ഞാനും അവളും ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളാണ് എന്നതാണ് കാരണം. ഇതൊരു സാഹോദര്യ ബന്ധമാണ്.
ഈ ബന്ധം അതേ മറ്റൊരു ബന്ധം ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതെന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, ഈമാനുള്ളവർ സഹോദരീ സഹോദരന്മാരാണ്. അത് കണ്ടിട്ട് ആർക്കും എന്റെ പെങ്ങളുടെ നിക്കാഹിന് അങ്കഹതുക ബിന്ദി പറയാൻ അധികാരമില്ല. ഇത് കുടുംബപരമായ സഹോദര്യമാണ്, മറ്റത് ആശയപരമായ സഹോദര്യമാണ്. ആദ്യം ഞാൻ പറഞ്ഞത് മാനുഷികമായ സഹോദര്യമാണ്. 3 വിധത്തിലുള്ള സാഹോദര്യ ബന്ധങ്ങളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നൊന്നിനെതിരല്ല. നമ്മളെല്ലാം സർവജനങ്ങളും സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്നത് അത് ആദ്യം ഞാൻ പറഞ്ഞ മാനുഷിക സാഹോദര്യമാണ്. ഇതെല്ലാം ഇസ്ലാം അംഗീകരിച്ചതാണ്. ഇസ്ലാം വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള മതമാണ് അൽ ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മുസ്ലിമായതിൽ അഭിമാനിക്കുക. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്നാ ലനാ മിനൽ ഈനായതി റുക്നൻ ഗൈറ മുൻഹാദിമി. സദസ്യരൊക്കെ എഴുന്നേറ്റ് എന്നൊരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരുന്നോളൂ. നാം മുസ്ലിമീങ്ങളായതിൽ അഭിമാനിക്കണം. കാരണം ഇസ്ലാം പവിത്ര മതമാണ്, ആരെയും ശല്യം ചെയ്യാത്ത മതമാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന മതമാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാർഗം നേർക്ക് നേരെയുള്ള മാർഗമാണ്, വളവില്ല, വക്രതയില്ല. നേർക്ക് നേരെയുള്ള മതമാണ് അൽ ഇസ്ലാം. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അവർക്ക് നല്ല അധികാരമൊക്കെ കിട്ടിയതിന് ശേഷം കഅബ ശരീഫിന്റെ താക്കോല് അതാ കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തി, സുബ്ഹാനല്ലാഹ്, കഅബ ആര് നിർമ്മിച്ചതാണ്? അത് നബി തങ്ങളുടെ ഉപ്പാപ്പ നിർമ്മിച്ചതാണ്. അതേത് നാട്ടിലാണ്? നബി തങ്ങളുടെ ജന്മനാട്ടിലാണ്. ആ നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, കഅബ തവാഫ് ചെയ്യാൻ അനുവദിച്ചില്ല. എന്നിട്ടോ നാടും വീടും വിട്ടു പോയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോ കയറാൻ അനുവദിച്ചില്ല സ്വന്തം ജന്മനാട്ടിലേക്ക്. അങ്ങനെയുള്ള മക്കാ മുശ്രിക്കുകളില്ലേ, അങ്ങനെയുള്ള അവിശ്വാസികളില്ലേ, അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന അൽ കാഫിറൂൻ എന്ന വാചകം, അതുപോലെ അൽ മുശ്രിക്കീൻ എന്ന വാചകം, അത് കണ്ടിട്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന എല്ലാ അവിശ്വാസികൾക്കും അത് ബാധകമാണെന്ന് അർത്ഥം മാറ്റിപ്പറഞ്ഞ് ചെറുപ്പക്കാരെ തീവ്രവാദികളാക്കുന്നവരുണ്ട്. അത്തരം ദുർവ്യാഖ്യാനങ്ങളിൽ പെട്ടുപോകണ്ട. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ സുഹൃത്തുക്കളെ, ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞു വരുന്ന വ്യക്തി ആരാണ്, ഈ വ്യക്തികൾ ആരാണോ അവരിലേക്കാണ് അൽ എന്ന ആ 2 അക്ഷരങ്ങൾ, അലിഫ് ലാം വന്നാൽ ഉദ്ദേശം പറഞ്ഞു വരുന്ന ആ കക്ഷികൾ എന്നാണ്. അതുകൊണ്ട് ഖുർആനിൽ യുദ്ധസമയത്തിറങ്ങിയ ചില സൂക്തങ്ങളുണ്ട്. ആ യുദ്ധസമയത്തിറങ്ങിയ സൂക്തങ്ങളിൽ പറയുന്ന ഖാതിലു എന്ന വാചകമാണെങ്കിലും ഖുതുലു എന്ന വാചകമാണെങ്കിലും അതിനുശേഷം പറയുന്നതെല്ലാം ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടും യുദ്ധമുഖത്തുമുള്ള
അത്തരം കക്ഷികളെ സംബന്ധിച്ചാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, സൂചന മാത്രം പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഈ ആയത്ത് ഇറങ്ങാൻ എന്താണ് കാരണം? ജലാലൈനി തഫ്സീറിൽ കാണാം, ഉസ്മാൻ ഇബ്നു തൽഹത്തുൽ ഹജബി എന്ന് പറയുന്ന ഒരാൾ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. അതൊന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥ അവകാശിയായ നബി തങ്ങൾക്ക് കഅബ തുറക്കാൻ താക്കോൽ കൊടുത്തില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പാപ്പയുടെ പരമ്പരയിൽ വന്ന അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താക്കോല് പിടിച്ചു വാങ്ങി കഅബ തുറന്ന് കയറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോ അല്ലാഹു തആല ഇറക്കിയ ആയത്താണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്ത് അതിന്റെ അർഹർക്ക് തിരിച്ചു കൊടുക്കണം, അത് വീട്ടിക്കൊള്ളണം. അഥവാ താക്കോല് ആ മുസ്ലിമിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. അദ്ദേഹം സൂക്ഷിപ്പുകാരനാണ്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളെ വിളിച്ചിട്ട് കാലാകാലം നീയും നിന്റെ പരമ്പരയും ഈ താക്കോല് കൈമാറി നിങ്ങൾ തന്നെ താക്കോല് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാ കൊടുത്തത്. ആ ഒരു വലിയ നീതി കണ്ടപ്പോഴാണ് ഉസ്മാൻ ഇബ്നു തൽഹത്തുൽ ഹജബി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ അധികാരമുണ്ടായിട്ടും ശാരീരികമായും പട്ടാളമായും എല്ലാ സൈന്യ സന്നാഹങ്ങളും ഉണ്ടായിട്ടും അമുസ്ലിമായ എന്നെ ആ താക്കോല് പിന്നെയും ഏൽപ്പിക്കുന്നത് എന്തിനാണ്? വിശ്വസിച്ച് അതാ അമാനത്ത്, ആ ഉത്തരവാദിത്വം വീട്ടണമെന്ന നിലക്കാണ്. അത് ഖുർആൻ നിർദ്ദേശിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള നിർദ്ദേശം നൽകുന്ന ഖുർആൻ, അത് പ്രാവർത്തികമാക്കുന്ന നേതാവ്, അതിനെ അംഗീകരിക്കുന്ന അനുയായികൾ, ഈ കൂട്ടത്തിൽ ഞാനെന്തിന് മാറി നിൽക്കണം എന്ന നിലക്ക് ഉസ്മാൻ ഇബ്നു തൽഹത്തുൽ ഹജബി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമത്തു തൗഹീദ് വൽ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് ജലാലൈനിയിലുള്ളത്. ഓ സഹോദരന്മാരെ, ഇന്നും അതേ കുടുംബമാണ് താക്കോല് കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാം എന്തൊരു നീതിയുടെ മതമാണ്, എന്തൊരു വിശ്വാസ്യതയുടെ മതമാണ്. പക്ഷെ ഈ മഹത്തായ ഇസ്ലാമിനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വിധത്തിലുള്ള ഏത് പ്രവർത്തനങ്ങളോ പ്രചരണങ്ങളോ ഉണ്ടെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരെ പെട്ടുപോകാൻ പാടില്ല. രണ്ടാമതായി ഞാൻ പറയട്ടെ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ലോകത്ത് എവിടെയെങ്കിലും ഒരു വ്യവസ്ഥിതിയിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ സർവ്വ വിഷയങ്ങളിൽ കൃത്യമായ നിയമമുള്ളൊരു വ്യവസ്ഥിതി ഇസ്ലാമല്ലാതെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാനിവിടെ പ്രസംഗം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സലാം പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സലാം പറയുന്നില്ല. കാരണം എന്തേ? സലാം എപ്പോൾ പറയണം എന്നതിന് നിയമം ഉണ്ട്. സലാം പറഞ്ഞാൽ എങ്ങനെ മടക്കണം എന്നതിന് നിയമം ഉണ്ട്. ഞാൻ ഇന്നലെ രാവിലെ അതാ നടന്നിങ്ങനെ ചെല്ലുമ്പോ അങ്ങകലെ നിൽക്കുന്ന ഒരാളുണ്ടൊരു, അവിടെയുള്ളൊരു സ്റ്റാഫാണ്. നിൽക്കുന്ന ആളെ സമീപത്തേക്ക് ചെല്ലുമ്പോ ഞാൻ എന്തോ ഒരു ദിക്ർ ചൊല്ലിങ്ങനെ പോവുകയാണ്. ആ ദിക്ർ ഒരു സ്ഥാനത്തെത്തിയിട്ട് അയാൾക്ക് സലാം പറയാന്ന് വിചാരിച്ചാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങ് ഇങ്ങോട്ട് ആദ്യം തന്നെ അസ്സലാമു അലൈക്കും. ഞാൻ അയാൾക്ക് സലാം മടക്കിയിട്ട് പറഞ്ഞു, വരുന്ന ആണ് നിൽക്കുന്ന ആൾക്കാണ് സലാം പറയേണ്ടത്. സുഹൃത്തുക്കളെ, എല്ലാറ്റിനും നിയമങ്ങളാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാലിന് ആദ്യം ധരിക്കണം, ഇടത്തെ കാലിന് പിന്നെ ധരിക്കണം. ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടത്തേതിന്റെ ഊരണം, പിന്നെ വലത്തേതിന്റെ ഊരണം. ബാത്റൂമിൽ കയറിയിട്ടാണ് ചെരുപ്പ് ധരിക്കുന്നതെങ്കിൽ ഇടത്തെ കാലാദ്യം എടുത്തു വെച്ച് ബാത്റൂമിൽ കയറണം, എന്നിട്ടോ വലത്തെ കാലിന് ചെരുപ്പ് ധരിക്കണം, പിന്നെ ഇടത്തെ കാലിന്റെ ചെരുപ്പ് ധരിക്കണം. എവിടെയും നിയമങ്ങളാണ്. സുബ്ഹാനല്ലാഹ്,
ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈകൊണ്ടായിരിക്കണം. അതെ, അത് നിങ്ങൾ തിന്നുന്നത് ഫ്രൂട്ടാണെങ്കിലും ഇടത്തെ കൈയിൽ പിടിച്ചു തിന്നരുത്. വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. അത് തിന്നുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലോകസത്താവായ കാരുണ്യവാനായ റബ്ബിന്റെ പേരുച്ചരിച്ചുകൊണ്ട് ബറക്കത്തെടുക്കണം. ബറക്കത്ത് മാത്രമല്ല, അതിൽ പിശാച് നമ്മോടുകൂടെ ചേരാതിരിക്കാനുള്ള കാവലും കൂടിയാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം. പടച്ചവന്റെ പേരുണ്ടോ ശല്യം ചെയ്യാൻ കഴിയൂല. ആ പേരുച്ചരിച്ചുകൊണ്ടാകണം, വലത്തെ കൈകൊണ്ടാകണം. അത് തന്നെയും അതാ ഒരു വലിയ തളികയിൽ ചോറ് കൊണ്ടുവന്ന് വെച്ചതാണോ, സൈഡിൽ നിന്ന് ആദ്യം വാരിയെടുക്കണം. മൂർദാവിൽ നിന്ന് വാരിയെടുക്കരുത്. മൂർദാവിലാണ് ബറക്കത്തിറങ്ങുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒന്നിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്, രണ്ടാളുണ്ട്, പപ്പടവും രണ്ടാണെങ്കിൽ രണ്ടും ഒരാൾ തന്നെ എടുക്കാൻ പാടില്ല, ഒന്ന് മാത്രമേ ജായിസാവുള്ളൂ. ഇനി അതുപോലുള്ള ഏത് വസ്തുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാറ്റിനും നിയമങ്ങളുണ്ട്. അതെ, അതിനു മുമ്പ് കൈ കഴുകണം. കഴിയുമെങ്കിൽ അതാ പല്ലും കൂടി ഒന്ന് തേച്ചാ നല്ലതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഒന്ന് തേച്ചാ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാറ്റിനും നിയമങ്ങളാണ്. ഇങ്ങനെ പരിപൂർണമായി ജീവിതത്തിന് നിയമവും വ്യവസ്ഥിതിയും തരുന്നൊരു പ്രസ്ഥാനത്തെ ഇസ്ലാമല്ലാതെ ഏതെങ്കിലും ഒന്ന് പാരലലായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഈ പരിപൂർണമായ വ്യവസ്ഥിതി അത് കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നയങ്ങളോ, അവിടുന്ന് മദീനയുടെ ഭരണാധികാരിയാണ്. ആ മദീനയിൽ തന്നെ ജൂതന്മാര് താമസിക്കുന്നുണ്ട്. അവരാരെയും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അവർക്കും അവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള ജൂതന്മാരിൽ ഒരു വിഭാഗം നബിതങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ രാഷ്ട്രത്തലവരായ നബിതങ്ങൾ പോവുകയാണ്. കാരണം ഇവിടെ വർഗീയത എന്നൊരു കാര്യം അവിടുത്തെ ഭരണത്തിലില്ല. പക്ഷേ ജൂതന്മാര് ചതിയന്മാരാണ്. അവര് നബിതങ്ങൾക്ക് കൊണ്ടുകൊടുത്ത ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. അത് അല്ലാഹു തആല മുഅ്ജിസത്ത് മുഖേന നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അത് നബിതങ്ങൾ തൊണ്ടി സഹിതം പിടിച്ചു. അവിടുന്ന് ചോദിച്ചു, ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ? ഉണ്ടെന്ന് ചേർത്ത പെണ്ണ് സമ്മതിച്ചു. അപ്പോൾ അനുയായികളിൽ നിന്നൊരാൾ അലാ ഖുതുലുഹാ, അങ്ങയെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ച അതൊരു കേവലം പ്രവാചകർ മാത്രമല്ലല്ലോ, കേവലം ഒരു ഭരണാധികാരി മാത്രമല്ലല്ലോ, മറിച്ച് അതേ അക്കാലഘട്ടത്തിൽ തന്നെ ലക്ഷങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ സ്നേഹ ബഹുമാനമുള്ളവരാണല്ലോ. ബഹുമാനത്തിന്റെ തോത് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടുന്ന് ഒതുവെടുത്താൽ ആ വെള്ളം നിലത്ത് വീഴാതെ അവിടുത്തെ അനുയായികൾ കയ്യിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് ശരീരമാസകലം തൊട്ട് പുരട്ടുകയാണ്. അത്രത്തോളം സ്നേഹം കാണിക്കുന്ന അനുയായികളുള്ള നേതാവിനെ വിഷം കൊടുത്ത് കൊല്ലാനൊരുങ്ങിയാൽ സ്വാഭാവികമായും ചോദ്യമുയരൂലേ, അലാ ഖുതുലുഹാ, ഞാൻ അവളെ കൊല്ലട്ടെയോ നബിയേ? അപ്പോൾ അവിടുത്തെ മറുപടി എന്താണ്? ഖാലല്ല, അവളെ കൊല്ലണ്ട. സ്വന്തം ശരീരത്തിന്റെ വിഷയത്തിൽ ആരെന്ത് ചെയ്താലും പ്രതികാരം ചെയ്യാത്ത നേതാവ്, ഇങ്ങനെ ഒരു നേതാവുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന്റെ നേതാവ്. അതാണ് ജിന്നുകളെ നേതാവ്. അതാണ് സർവസൃഷ്ടികളുടെയും നേതാവ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ ആജമി. ആ നേതാവിന്റെ അനുയായിയാണ് ഞാൻ എന്ന് അഭിമാനത്തോടെ പറയണം യുവാക്കളെ. ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്തവർ, ഏതൊരു മനുഷ്യനും അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. സുബ്ഹാനല്ലാഹ്.
ഒരു ഡോക്ടർ വന്ന് സൂചി വെക്കുമ്പോ ആ സൂചി വെക്കുന്നത് എന്തിനാണെന്ന് അറിയാത്തവൻ സുബ്ഹാനല്ലാഹ് സൂചി വെക്കാൻ അനുവദിക്കൂല. അതേ സമയത്ത് അതേപോലെ ഒരു ഡോക്ടറാണെങ്കിലോ സൂചി വെച്ചേ പറ്റൂന്ന് അദ്ദേഹം പറയും. കാരണം എന്താണ്? ബാഹ്യമായി ഇവിടെ വേദന സഹിക്കേണ്ടി വരുന്നുണ്ട്. ഈ ബാഹ്യമായ വേദന സഹിക്കുമ്പോ സ്വാഭാവികമായി രോഗി ഒന്ന് കുതറി മാറിയാലോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ സൂചിയുടെ ഗുണം അവനറിയില്ല. അതേസമയം തൊട്ടടുത്ത ഡോക്ടർക്ക് അതറിയാം. ആ ഡോക്ടർ എന്തായാലും വെക്കണമെന്നാണ് നിർബന്ധിക്കുന്നത്. അല്ലേ? എന്തേ കാരണം? അറിയാത്തതിന്റെ ശത്രുവാകും മനുഷ്യൻ. എന്നാൽ ഒരാൾ ഒരു വ്യക്തിയെ വിശ്വസിച്ചാലോ, ഒരു ഡോക്ടറെ ശരിക്ക് വിശ്വസിച്ച രോഗിയാകുമ്പോ വേദന സഹിച്ച് കണ്ണും ചിമ്മി നിന്ന് കൊടുക്കും. കാരണം അതെന്റെ ഗുണത്തിന് വേണ്ടിയാണ്, ഈ ഡോക്ടർ വിശ്വസ്തനാണെന്ന് ഇവൻ അംഗീകരിക്കുന്നു. അതെന്തിനാണ് എന്താണ് അതൊന്നും അറിയില്ലെങ്കിലും അവൻ ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പറയട്ടെ, സത്താവായ നബി സത്താവായ ലോകസത്താവായ അല്ലാഹു പറഞ്ഞേച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചവൻ ആ റസൂലുള്ള പഠിപ്പിച്ച വിഷയങ്ങളിൽ ഒരു പക്ഷേ വേദനിക്കുന്നതുണ്ടാകാം, അല്ലെങ്കിൽ പ്രയാസമുള്ളതുണ്ടാകാം. ഒരു ഭർത്താവ് മരിച്ചാൽ 4 മാസം ഇദ്ദയിരിക്കണം. 4 മാസം 10 ദിവസം ഒരു പെണ്ണ് ഭാര്യ ഇദ്ദയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അവൾ ആ സമയത്ത് സ്വർണം ധരിച്ചുകൂടാ, അത്തർ പൂശിക്കൂടാ, സുഗന്ധം ഉപയോഗിച്ചുകൂടാ, സുബ്ഹാനല്ലാഹ് സുർമയിട്ടുകൂടാ. അങ്ങനെ പലതും പറ്റുന്നില്ല. അവൾ അതാ ഇദ്ദയിരിക്കണം. അതെ, അവൾ കളറുള്ള വസ്ത്രങ്ങൾ ഇടാൻ പോകണ്ട. അങ്ങനെയൊക്കെ പലതും പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചല്ലോ. ആ നിലയ്ക്ക് ഇദ്ദയിരിക്കുമ്പോ ഒരു 4 മാസവും 10 ദിവസവും വീട്ടിൽ നിന്ന് എവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ ക്ലേശം എന്തിനാണ്? അത് സ്വന്തം മരണപ്പെട്ടു പോയ ഭർത്താവിനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ പൊരുത്തം കിട്ടാനത് കാരണമാണ്. ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയ സ്ത്രീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമതായി, ആ ഭർത്താവും ഞാനും തമ്മിൽ മരിച്ചു പിരിയുന്നില്ല, മരിച്ചതിന് ശേഷവും ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഭർത്താവിന്റെ സ്വത്തിന്റെ 4/1 ഈ ഭാര്യയ്ക്ക് കിട്ടിയത്. മക്കളില്ലെങ്കിൽ, മക്കളുണ്ടെങ്കിൽ 8/1 കിട്ടിയത്. മരിച്ചതോടെ വേർപിരിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഭർത്താവിന്റെ ബാപ്പയെ ഭർത്താവ് മരിച്ചതിന് ശേഷവും ഈ പെണ്ണിന് തൊടാമല്ലോ, കാണാമല്ലോ. മരിച്ചത് കൊണ്ട് ബന്ധം തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എന്റെ സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്കങ്ങനെ തന്നെ ഉണ്ടെന്ന് പ്രകടിപ്പിക്കുകയും കൂടി ചെയ്യുന്ന അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ച ഒരു വലിയ സൽക്കർമ്മമാണത്. അപ്പോൾ പിന്നെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞ പരിഷ്കാരത്തിന്റെ കാലമാണ്. ചില പെൺകുട്ടികൾക്ക് തോന്നും പെട്ടെന്ന് ഭർത്താവ് മരിച്ചതാണെങ്കിൽ അതിനൊന്നും എന്നെ കൊണ്ട് കഴിയൂല എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ ആ പെൺകുട്ടി ആലോചിക്കണം, ഇത് നിർദ്ദേശിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ റസൂലാണെന്നതിൽ എണ്ണിയാലൊടുങ്ങാത്ത തെളിവുകളാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് വൽ ഖുർആനിൽ ഹകീം, ഖുർആൻ തന്നെയാണ്. അതിന്റെ വേറൊരു തെളിവ് ഇന്നക അലാ സിറാത്ത് ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അവിടുന്ന് പഠിപ്പിച്ച ഒരു നിയമവും ഒരാൾക്കും അതാ സാധിക്കാത്തത് കൽപ്പിച്ചിട്ടില്ല. സാധിക്കുന്നത് മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ഇത് സാധിക്കാത്ത കാര്യമല്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ക്ലേശങ്ങളും വേദനകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രസവിക്കപ്പെട്ട ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയുടെ സുന്നത്ത് കർമ്മം നടത്തണമെന്നുണ്ട്. അത് ചെറിയ വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ആവശ്യമാണ്. അത് ചെയ്തില്ലെങ്കിലോ അവന്റെ ലിംഗത്തിന്റെ അഗ്രത്തിലുള്ള തോലിന്റെ ഉള്ളിൽ മൂത്രം
തങ്ങി നിൽക്കും. ആ മൂത്രത്തോടുകൂടെ നിസ്കരിക്കുമെന്ന് നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് ഇത് നിർവഹിച്ചേ പറ്റൂ. ചെറിയ വേദനയുണ്ട്, ആ വേദന സഹിക്കാൻ തയ്യാറാകണം. അതിലും വലിയ വേദനകൾ സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ ഒരു വിഷയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കൊറോണ വന്നപ്പോ വിദേശത്തേക്ക് പോകാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് നേരത്തെ ഒരു ടെസ്റ്റ്, ആ സമയത്ത് തന്നെ മൂക്ക് രണ്ടും കഥ കഴിഞ്ഞതാണ്. അതും കഴിഞ്ഞിട്ട് എയർപോർട്ട് എത്തിയിൽ പിന്നൊരു മൂക്ക് കൊത്ത്. സുബ്ഹാനല്ലാഹ് അവിടെ വെച്ച് തന്നെ ഏകദേശം ഖബറോർമ്മയാകുന്ന കുത്താണ്. ഇതൊക്കെ സഹിച്ചത് എന്തിനാണ്? അത് സഹിച്ചത് യാത്ര പോകാനാണല്ലേ. എന്നാൽ വലിയ ഒരു യാത്ര നമുക്ക് പോകാനുണ്ട്. ആ യാത്ര തിരിച്ചു വരുന്ന യാത്രയല്ല. പോയവൻ ശരിയായ നിലയ്ക്ക് ജീവിച്ചു പോയവനാണോ? അമ്മാമൻ ഖഖലത മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. നന്മയുടെ തുലാസിൽ തൂക്കം കൂടുതൽ കിട്ടുന്നവനാണോ? അവന് തൃപ്തികരമായ സന്തോഷകരമായ ജീവിതമാണ്. അത് സ്വർഗലോകമാണ്. അതൊരു1000 കൊല്ലമല്ല, 1000 കോടി വർഷമല്ല, 1000 കോടി 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 വർഷമല്ല, തീരാത്ത കാലമാണ്. ആ കാലമത്രയും സൗന്ദര്യസുന്ദരമായ ജീവിതം നയിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. വിരോധിച്ചത് കൈയൊഴിച്ചേ പറ്റൂ. 5 നേരം കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കണം. അതല്ലേ പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ ലക്ഷണം പറഞ്ഞുകൊണ്ട് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞില്ലേ? നല്ല കാര്യം കൽപ്പിക്കുന്നവരാണവർ, ചീത്ത വിരോധിക്കുന്നവരാണവർ. വയുഖീമൂനസ്സലാത്ത്, നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവരാണവർ. സുബ്ഹാനല്ലാഹ്. ഞാനൊരു വേദന പങ്കിടട്ടെ. ബിരുദമുള്ള പണ്ഡിതനാണ്, നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. ഏതോ ഒരു മനുഷ്യന്റെ കൂടെ അങ്ങ് പോയി കൂടി. അവിടെ അതാ ആ മനുഷ്യന്റെ കൂടെയുള്ളവര് പറഞ്ഞു, ശൈഖ് പറഞ്ഞിരിക്കുന്നു നിസ്കരിക്കണ്ട, നിസ്കാരം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിച്ച് നിസ്കാരം കൈയൊഴിച്ച ബിരുദധാരികളായ ചെറുപ്പക്കാരില്ലേ? ബിരുദമെടുത്തതിന് ശേഷവും ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിട്ട് അവനൊന്നും പ്രസംഗിച്ചാൽ ഇസ്ലാം ഒലിച്ചു പോകുമെന്ന് ചിന്തിച്ച ഒരൽപ്പവും ബുദ്ധിയില്ലാത്ത യുക്തിവാദികളില്ലേ? പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ഒരു യുക്തിവാദിക്ക് ഉദിക്കെടുക്കാനുള്ള പ്രസ്ഥാനമല്ല കേട്ടോ. അതങ്ങനെ അല്ലാഹുവിന്റെ വെളിച്ചത്തെ, നൂറിനെ ഊതിക്കെടുക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. അത് കഴിയുന്ന കാര്യമല്ല. മഹത്തായ പരിശുദ്ധ ഇസ്ലാം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ, സുബഹിയടക്കം ഒരു നേരത്തെ നിസ്കാരവും കളാക്കല്ലേ. നമ്മൾ നന്നായി കിടന്നുറങ്ങിയല്ലേ? അപ്പോഴോർമ്മിക്കണം, നമ്മൾ കോഴിക്കോട് ടൗണിലൂടെ ഉറക്കം വരാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ തന്നേക്കരുത് അല്ലാഹ്. ഞങ്ങളെ നാട്ടിലോ കുടുംബങ്ങളിലോ ബന്ധപ്പെട്ടവരിലോ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലോ, ഞങ്ങളെ സംഘടനകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരിലോ ബന്ധപ്പെട്ടവരിലോ ആർക്കെന്ത് മാനസിക അസ്വസ്ഥതയുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ഉറക്കം വരുന്നത് മനസ്സിന് സമാധാനമുള്ളത് കൊണ്ടല്ലേ. ആ ഉറക്കം തന്ന രാജാവിനെ മറക്കല്ലേ. രാവിലെ കൃത്യമായി എഴുന്നേറ്റ് നിസ്കരിക്കണം. അതെ, ഒന്നുകൂടി പറയട്ടെ, ഖുർആൻ അവിടെ രണ്ടാമത് പറഞ്ഞ വിഷയം എന്താണ്? വയൂതൂന സകാത്ത്, സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് മുഅ്മിനീങ്ങൾ. കൊടുക്കേണ്ട സകാത്ത്, കൊടുക്കേണ്ട സ്വത്തുക്കൾക്ക്, കൊടുക്കേണ്ടതായ അവകാശം അവകാശികൾക്ക് കൊടുത്തു വീട്ടാൻ സന്നദ്ധരാകണം. അവിടെ പിന്നെ ഒരു ബിസിനസ്സുകാരൻ 2.5% മുതലും ലാഭവും ഒരു വർഷം തികയുമ്പോ കണക്ക് കൂട്ടി കൊടുക്കണമെന്ന് പറയുമ്പോ അതിന്
മടിയുള്ളവരായി നാം മാറാൻ പാടില്ല. സക്കാത്ത് കൃത്യമായി കൊടുത്തോളണം. വലിയ അപകടമാണ് പാരത്രിക ലോകത്ത് സക്കാത്ത് കൊടുക്കാത്തവന്. ഓ സുഹൃത്തുക്കളെ, എല്ലാ വിഷയത്തിലും ദീനിന്റെ ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം എന്താണ്? യുവാക്കളെ, നിങ്ങൾ ഇശാ കഴിഞ്ഞാൽ ഇൽമു പഠിക്കൽ പോലെയുള്ള വിഷയത്തിന് നിങ്ങൾ സമയം ചെലവഴിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങണമെന്നാണ്. അതെന്തിനാണ്? നേരത്തെ എഴുന്നേൽക്കാനാണ്. രാത്രിയിൽ സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് 2 റകഅത്തെങ്കിലും നിസ്കരിക്കുക. നമ്മുടെ നന്മയുടെ തുലാസിൽ തൂക്കം കിട്ടണ്ടേ? സുബഹി ജമാഅത്തായി നിർവഹിക്കുക. അല്ലാഹുവിനെ അനുസരിക്കുന്നവരങ്ങനെയാണ്. അതേ സമയത്ത് അവിടുന്ന് വിരോധിച്ചു, നിങ്ങൾ ഉറക്കമൊഴിച്ച് സൊറ പറഞ്ഞ് നേരം പോക്കരുത്. ആ സൊറയേക്കാൾ അപകടമല്ലേ നമ്മുടെ ടറഫുകളിലുള്ള കളികൾ. 12 മണി കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞിട്ടോ നല്ല വെളിച്ചത്തിൽ യുവാക്കൾ കളിയിലാണ്. കളി നിർത്തി പോകുന്നത് 3-3:30 മണിക്കാണ്. നേരെ പോയിട്ട് വാതിലിന് മുട്ടുമ്പോ ശല്യം ചെയ്യുന്നത് ബാപ്പയെയാണ്. ബെല്ലടിക്കുമ്പോ ശല്യം ചെയ്യുന്നത് ഉമ്മയെയാണ്. പിന്നെ പാവപ്പെട്ട ഭാര്യയെയാണ്. ഇതെല്ലാം കടുത്ത തെറ്റല്ലയോ? നമ്മളെ പ്രസവിച്ചു പോയി എന്നത് കുറ്റമാണോ? നമ്മെ പോറ്റി വളർത്തി എന്നത് കുറ്റമാണോ? ഈ പ്രായകാലത്ത് കിടന്നുറങ്ങാൻ വിടാത്ത മകനാകാൻ പറ്റുമോ? നമുക്ക് വേണ്ടി രാവിലെ മുതലേ അധ്വാനിച്ച് ഭക്ഷണം പാകം ചെയ്തതും വസ്ത്രം അലക്കി തന്നതും മക്കളെ പോറ്റിയതും ഭാര്യ ചെയ്ത കുറ്റമാണോ? ഒരൽപ്പം വിശ്രമിച്ച് കിടന്നുറങ്ങുമ്പോ ബെല്ലടിച്ച് ശല്യം ചെയ്യുന്നത് തെറ്റല്ലയോ? എന്തേ നമുക്കൊന്ന് ധാർമ്മികമായി ചിന്തിച്ചുകൂടെ യുവാക്കളെ? ഇനി ഞാനൊന്ന് പറയട്ടെ, ധാരാളം പോത്തുകളില്ലേ നിങ്ങളെ നാട്ടിൽ? ധാരാളം കാളകളില്ലേ നിങ്ങളെ നാട്ടിൽ? വേറെയും പല ജീവികളുമില്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ? എന്നാ ഞാൻ പറയട്ടെ, ആ ജീവികളൊന്നും വിവാഹം കഴിച്ചുകൊണ്ട് അതിന്റെ ലൈംഗികാസ്വാദനം നടത്താറില്ലല്ലോ. ഏതെങ്കിലും ഒരു പോത്തിനിക്കാഹിലിരുന്നത് കണ്ടിരുന്നോ? ഒരു കാള വല്ലപ്പോഴും കല്യാണ നിശ്ചയത്തിന് വന്നത് കണ്ടിരുന്നോ? ഇല്ല ഇല്ല. അത് ലിബറലിസമാണ്. കാണുന്ന പെണ്ണിന്റെ പിന്നാലെ പോകുന്ന ആ മൃഗീയതയുണ്ടല്ലോ, ആ മൃഗത്തിന്റെ സ്വഭാവമാണ് ലിബറലിസം എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും കലർന്ന് ആ വൈവാഹിക ജീവിതമില്ലാതെയുള്ള സുഖാനുഭൂതികൾ ഇങ്ങനെ മനുഷ്യനെ മൃഗമാക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ചില സംഘടനകളില്ലേ? അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചില വിദ്യാർത്ഥികളില്ലേ? യുവാക്കളില്ലേ? ഖുർആൻ അവരെ കുറിച്ചല്ലേ പറഞ്ഞത്? കന്നുകാലികളെ കാണതപ്പതിച്ചു പോയി. കാരണം കന്നുകാലികൾ വിവാഹമില്ലാതെ ബന്ധപ്പെട്ടാലും അത് ഫോട്ടോ എടുത്ത് അത് ഓൺലൈനിലൂടെ പ്രചരിപ്പിക്കൂലല്ലോ. അതുപോലെ തന്നെ ഫ്ലക്സ് വെക്കൂലല്ലോ. അതങ്ങനെ ചെയ്തങ്ങ് പോകലല്ലേ? കന്നുകാലികളെക്കാൾ അതപ്പതിച്ചു പോയ അതപ്പതനമായ ലിബറലിസമില്ലേ? യുവാക്കളെ, അഭിമാനത്തോടെ മുസ്ലിമാണെന്ന് പറയണം. ആ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിച്ച് നിലനിന്ന് പോകണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ. പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകരുത്. പരിപൂർണമായി ഇസ്ലാമിൽ കടന്നുകൊണ്ട് തന്നെ ജീവിക്കണം. ഹബീബ് നബി തങ്ങൾ പറഞ്ഞില്ലേ, ആമുറുക്കും ബിഖംസിൻ, 5 കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ബിൽ ജമാഅ,
ഒന്നാമത്തത് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കലാണ്. ഈ കൂട്ടായ്മ മുറുകെ പിടിക്കണം. തെന്നിച്ചിതറി പോകുന്ന സ്വഭാവം ഉണ്ടാകരുത്. മുസ്ലിം ജമാഅത്ത് മുറുകെ പിടിച്ചോ, മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിച്ചോ, SYS സജീവമായി പ്രവർത്തിച്ചോ, SSF സജീവമായി പ്രവർത്തിച്ചോ, നമ്മുടെ സംഘടനാ കുടുംബങ്ങളൊക്കെ ശക്തിപ്പെടുത്തിക്കോ. ആ സംഘടനകളൊന്നും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയുള്ളതല്ല, നിന്നെ കൈപിടിച്ച് സ്വർഗത്തിലെത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സാഹിത്യോത്സവ പരിപാടി നടക്കുമ്പോ സാധാരണക്കാരായ ആണ് പെണ്ണിനും ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്ത ബറകത്തിന് വേണ്ടി സംഘാടകർ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് സ്വർഗത്തിലെത്തിക്കാനാണ്, നരകത്തിൽ മോചിപ്പിക്കാനാണ്. റബ്ബ് പറഞ്ഞില്ലേ, അമ്മാമൻ ഖബലത് മവാസീനുഹു. അതെ, ഒരു മനുഷ്യന്റെ തൂക്കുന്ന സമയത്തുള്ള തുലാസ് പടച്ച റബ്ബിന്റെ അടുക്കൽ വെച്ച് അമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റക മാ ഹിയ നാറുൻ ഹാമിയ. മനുഷ്യന്റെ നന്മ കുറഞ്ഞുപോയി, ചിന്ത കൂടിപ്പോയി. എന്നാൽ അവന് ചെല്ലാനുള്ളത് ഹാവിയയിലാണ്. നബിയെ, വമാ അദ്റാക മാ ഹിയ. ഹാവിയ എന്താണ് നബിയെ അറിയാമോ? നാറുൻ ഹാമിയ. തീ എന്ന് പറഞ്ഞു നിർത്തിയില്ല, വല്ലാത്ത ചൂടുള്ള തീയാണ്. തീക്ക് സ്വന്തം തന്നെ അതാ ചൂടുണ്ടല്ലോ, പക്ഷേ ഇവിടെയുള്ള തീയിന്റെ ചൂടല്ല, അതിന്റെ 70 ഇരട്ടിയോളം ചൂടുള്ള തീ. ആ തീയിൽ കടക്കേണ്ടി വരുന്നത് സൽക്കർമ്മത്തിന്റെ തൂക്കം കുറഞ്ഞവനാണ്, ദുഷ്കർമ്മത്തിന്റെ തൂക്കം കൂടിയവനാണ്. അതിൽ നിന്ന് മോചനം വേണ്ടേ ചെറുപ്പക്കാരെ? അതുകൊണ്ട് തന്നെ എപ്പോഴും സൽക്കർമ്മികളാകണം. ഖുർആൻ ധാരാളമായി ഓതാൻ നോക്കണം. അതേ സ്വലാത്ത് ധാരാളം ചൊല്ലാൻ നോക്കണം. ദിക്ർ ധാരാളം ചൊല്ലാൻ നോക്കണം. ഉറങ്ങാൻ നോക്കുന്ന സമയത്ത് ഒരു 100 ദിക്ർ ഞാൻ പറയട്ടെ. എന്റെ ഈ വാലിൽ വന്ന എല്ലാ പെണ്ണും പതിവാക്കുമെന്ന പ്രതീക്ഷയോടെ ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ. അത് ചൊല്ലാൻ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. ചൊല്ലാൻ ആവശ്യമോ ചുരുങ്ങിയ മിനിറ്റുകൾ. അത് പഠിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാനത് കൈയൊഴിച്ചിട്ടില്ലെന്ന് പറയുന്നത് ആരാണ്? സുബ്ഹാനല്ലാഹ്. എത്രയോ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്ത, എന്തിനധികം പറയണം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കിടന്നപ്പോ ആ വീട് വളഞ്ഞു കൊല്ലാൻ വേണ്ടി വന്ന യുവാക്കൾ, ആ യുവാക്കളുടെ മുന്നിലേക്ക് ഇറങ്ങി നബിതങ്ങൾ നടന്നു പോകുമ്പോ നബിതങ്ങൾ വീട്ടിലുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ആ വിരിപ്പിൽ കൊല്ലാൻ വേണ്ടി വന്ന ആളുകൾ അവരുടെ മുന്നിൽ വിരിപ്പിൽ കിടക്കാൻ സന്നദ്ധരായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബിന് എത്ര മഹത്വങ്ങളുണ്ട്. പക്ഷേ ഞാനത് പഠിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കൈയൊഴിച്ചിട്ടില്ല, 100 ദിക്ർ ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. നമുക്കുമൊന്ന് പതിവാക്കിക്കൂടെ? സുഹൃത്തുക്കളെ, നന്മയുടെ തുലാസിൽ തൂക്കം കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം വസ്സംഇ വത്വാഅ. അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, നേതാക്കളെ അനുസരിക്കണം, പണ്ഡിതന്മാരെ അനുസരിക്കണം. അതുപോലെ തന്നെ ഭരണീയര്, ഭരണാധികാരികൾ അവരതാ നല്ല കാര്യങ്ങൾ പറയുമ്പോ അതനുസരിക്കണം. അങ്ങനെ അനുസരണം ഉണ്ടാകണം. വൽ ഹിജ്റ അൽ മുഹാജിറു മൻ ഹജറ
അമ്മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിക്കണം. അല്ലാഹു വിരോധിച്ചതൊക്കെ കൈയൊഴിക്കണം. എന്ത് കൈയൊഴിക്കാൻ പറഞ്ഞു അത് കൈയൊഴിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരു മുതഅല്ലിം ഒരു ദർസിൽ പഠിക്കുന്നു. ആ പഠിക്കുന്ന ദർസിലെ മുഅല്ലിം അല്ലെങ്കിൽ മദ്രസയിലെ മുഅല്ലിം അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്നു. ആ പഠിപ്പിക്കുന്ന ടീച്ചർ, ആ പഠിപ്പിക്കുന്ന മാഷ് ആ കുട്ടിയെ വൃത്തികേടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? എന്നാൽ ആ ദർസ് കൈയൊഴിക്കണം, ആ മദ്രസ കൈയൊഴിക്കണം, ആ സ്കൂൾ കൈയൊഴിക്കണം. ഏത് അല്ലാഹു വിരോധിച്ചത് എവിടെയുണ്ടോ അത് വെടിയണം. അതാണല്ലോ ശരിയായ ഹിജ്റ എന്ന് പറയുന്നത്. ഇതുപോലെ ദുസ്വഭാവങ്ങൾ കൈയൊഴിക്കണം. ഭാര്യയെ ചീത്ത പറയുന്ന ഏർപ്പാട് കൈയൊഴിക്കണം. ഭർത്താവിനെ നിന്ദിക്കുന്ന ഏർപ്പാട് കൈയൊഴിക്കണം. ഭർത്താവിന്റെ കുറ്റം മക്കളെ മുന്നിൽ പറയുന്ന സ്വഭാവം കൈയൊഴിക്കണം. അതേ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് അവരുടെ ഉമ്മയെ കുറ്റം പറയുന്നത് കൈയൊഴിക്കണം. അങ്ങനെ തുടങ്ങിയ ഏത് ദുസ്വഭാവങ്ങൾ ജീവിതത്തിലുണ്ടോ കൈയൊഴിക്കണം. ഞാൻ പറയട്ടെ, അതാ ദേഷ്യം പിടിക്കുന്ന ആ കോപിക്കുന്ന മുൻകോപമുണ്ടല്ലോ അത് കൈയൊഴിക്കണം. അഹങ്കാരമുണ്ടാകുമ്പോഴാണ് പലപ്പോഴും മുൻകോപം വരുന്നത്, വെറുപ്പ് പിടിക്കുന്നത്. നമ്മൾ താഴ്മയോടെ ജീവിക്കാൻ പഠിക്കണം. ആരോടും അസൂയ പാടില്ല, ഒരിക്കലും അഹങ്കാരം പാടില്ല. എന്തെല്ലാം കൈയൊഴിക്കേണ്ടതുണ്ടോ അത് മുഴുവനും കൈയൊഴിക്കണം. വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ അധ്വാനിക്കണം. സുബ്ഹാനല്ലാഹ്. ഈ പരിപാടികൾക്കൊക്കെ എത്ര അധ്വാനമാണ്. ഇത് അല്ലാഹുവിന്റെ വഴിയിലാണ്, അല്ലാഹുവിന്റെ ദീൻ പരിപോഷിപ്പിക്കാനാണ്, ആ ദീൻ പ്രചരിപ്പിക്കാൻ കെൽപ്പുറ്റ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാനാണ്, ആ ദീൻ പ്രചരിപ്പിക്കാനാണ്. അധ്വാനങ്ങളെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനങ്ങളാണ്. നിബിതങ്ങൾ ശേഷം പറഞ്ഞു ഇന്നഹു മൻ ഖറജ മിനൽ ജമാഅത്തി, അതേ മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് വല്ലവനും പുറത്തുപോയി പുത്തൻവാദിയായാൽ, അല്ലെങ്കിൽ വിഘടനവാദിയായാൽ, അല്ലെങ്കിൽ തീവ്രവാദിയായാൽ, ഭീകരവാദിയായാൽ, നിബിതങ്ങൾ പറയുന്നു അവനതാ ഒരു ചാണ് മാത്രം അല്ലെങ്കിൽ ഒരു മുഴം മാത്രം അവൻ പുറത്തേക്ക് പോയാൽ ഫഖദ് ഖലഅ റിബഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി, അവന്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിന്റെ കയറവൻ പൊട്ടിച്ചൂരിയവനായി. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചു, അല്ലാഹുവിനെ തഖ്വ ചെയ്തു, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കണം. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അങ്ങനെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് ഓ നബിയേ അല്ലാഹു തആല കാരുണ്യം ചെയ്യും. യജമാനനായ റബ്ബേ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. അവൻ ഒതുങ്ങാത്ത ആരുമില്ല, അവന്റെ ഭരണത്തിലല്ലാതെ ഒരു ഭരണാധികാരിയുമില്ല, അവന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരാളുമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദത്തം ചെയ്തതാണ് വഅൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ശരിയായ വിശ്വാസികളാണോ നിങ്ങൾ എപ്പോഴും ഉന്നതന്മാരാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്ത് അല്ലാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്. എന്നാൽ എവിടെ ചെന്നാലും മുസ്ലിമീങ്ങൾക്ക് പ്രതിസന്ധിയാണ്, പ്രയാസമാണ്. കാരണം എന്താണ്? കാരണം മുസ്ലിം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നില്ല.
മുസ്ലിം കളവ് പറയുന്നു, ചീത്ത വിളിക്കുന്നു, ആലിമീങ്ങളെ കുറ്റം പറയുന്നു, സയ്യിദന്മാരെ നിന്ദിക്കുന്നു, ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്നു. അതാ മുസ്ലിമായ മനുഷ്യൻ തന്നെ അന്യന്റെ സമ്പത്തുകൾ അവനതാ പൊരുത്തമില്ലാതെ പിടിച്ചെടുക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു, ഹറാം ഹലാലില്ലാത്ത ജീവിതം നയിക്കുന്നു, അന്യ പെണ്ണിന്റെ ടെലിഫോൺ നമ്പർ വാങ്ങി ചാറ്റ് ചെയ്യുന്നു, അന്യ പുരുഷനെ വിളിച്ച് ശല്യം ചെയ്യുന്നു, സ്വന്തം ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ഫോൺ എടുത്തിട്ട് ഭർത്താവ് പൊരുത്തപ്പെടാത്തത് സംസാരിക്കുന്നു, ഭർത്താവ് ഉണ്ടാക്കി കൊടുത്ത വീട്ടിലിരുന്നിട്ട് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഫോൺ ചെയ്യുന്നു, സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് അന്യ പെണ്ണുമായി സംസാരിക്കുന്നു. അങ്ങനെ നിങ്ങളൊന്ന് നോക്കൂ, സുബ്ഹാനല്ലാഹ്, അന്യന്റെ കച്ചവടം പിടിച്ചെടുക്കുന്നു, അന്യ തൊഴിലാളിമാനായ റബ്ബുൽ ഇസ്സത്ത് എടുത്തു കളയൂലേ, നമ്മളെ നശിപ്പിക്കൂലേ. ഒരു പാത്രത്തിലുള്ള ഭക്ഷണത്തിലേക്ക് 4 ഭാഗത്തുമുള്ളവർ കൈനീട്ടും പോലെ മുസ്ലിം സമുദായത്തിലേക്ക് എല്ലാവരും ഒരുപോലെ കൈനീട്ടുമെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ന്യൂനപക്ഷമായത് കൊണ്ടാണോ നബിയേ? മറുപടി എന്താണ്? ഖാല ലാ, നിങ്ങൾ ന്യൂനപക്ഷമായത് കൊണ്ടല്ല, വലാകിന്നകും ഗുസാഉൻ ഗുസായുസ് സൈൽ, മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടിചവറുകളെ പോലെ നിങ്ങൾ അതപ്പതിച്ചു പോയി. ഈമാനിന്റെ പ്രകാശമില്ല, തഖ്വയുടെ ഭദ്രതയില്ല, അതേ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതമില്ല, നിങ്ങൾ ചണ്ടിചവറുകളെ പോലെ അതപ്പതിച്ചു പോയി. അതേ നിങ്ങളുടെ എതിരാളികളെ മനസ്സിലുള്ള എല്ലാ മതിപ്പും അല്ലാഹു തആല എടുത്ത് പറിച്ചെറിയുന്നു. എന്നിട്ട് നിങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു തആല നിന്യതയിട്ട് തരുന്നു, ഭീരുത്വവും ഭയവും ആശങ്കയും ഇട്ടു തരുന്നു. മനസ്സമാധാനമില്ലാത്ത സമുദായമായി നിങ്ങൾ ജീവിക്കേണ്ടി വരുന്നു. കാരണം നിങ്ങൾ ദീന് കൈയൊഴിച്ചതാണ്, ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം വലിച്ചെറിഞ്ഞ് സ്വന്തം തോന്നിവാസത്തിന് ജീവിച്ചതാണ്. ഇതൊരായിരത്തിലൂറോളം വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ താക്കീത് ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഖബറിൽ കിടന്നുകൊണ്ട് ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയാണ്. ഉമ്മമാരെ, ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയാണ്. ചെറുപ്പക്കാരെ, നല്ലത് ചെയ്തത് കാണുമ്പോൾ ഹമിദുല്ലാഹ, ഞാൻ ഖബറിൽ വെച്ച് അല്ലാഹുവിനെ സ്തുതിക്കും. വൈദാ വജത്തു ഗൈറഹു, അല്ലാത്തത് കണ്ടാലോ, നിങ്ങൾ നന്മ ചെയ്യുന്നതിന് പകരം അല്ലാത്തത് നിങ്ങൾ ചെയ്തതായി കണ്ടാലോ, ഇസ്തഗ്ഫർതു ലക്കും, ഞാൻ റബ്ബിനോട് എന്റെ ഉമ്മത്തുകളായ നിങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയുകയാണ്, ഖബറിൽ വെച്ച് റെക്കമെൻഡ് ചെയ്യുകയാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയം വെക്കുന്ന ഉമ്മമാരെ, യുവാക്കളെ, കുട്ടികളെ, കാരണവന്മാരെ, ഹബീബ് നബി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. എങ്കിൽ വലിയ വലിയ സമ്മാനം യജമാനനായ റബ്ബ് തരുന്നുണ്ട് കേട്ടോ. റബ്ബിന്റെ സംരക്ഷണമുണ്ട് കേട്ടോ. റബ്ബിന്റെ ശുഹദാക്കളുടെ വകയിലും ഒരുപാട് സഹായം റബ്ബ് നൽകുന്നുണ്ട് കേട്ടോ. ഞാൻ എന്റെ പ്രസംഗം നിർത്തിട്ട് ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീകളെ സദസ്സിലേക്ക് വരണം. കേട്ടിട്ടില്ലേ നിങ്ങൾ ഹബീബിന് ഹബീബ് സുലമി റളിയല്ലാഹു തആല അൻഹു തങ്ങളും ഒരേഴാളുകളും ഒരു യാത്ര നടത്തുന്ന സമയത്ത് റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധികൾ പട്ടാളക്കാരെ പിടിച്ചു
വിളിച്ചു കൊണ്ടുപോയി അവരോട് നസ്രാനിയാകാൻ, ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിച്ചു. അതിന് തയ്യാറല്ലെന്ന് വന്നപ്പോൾ 7 ആളുകളെയും ദാരുണമായി ആ നസ്രാനികൾ കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഉമൈറിനെ കൊല്ലാൻ നോക്കുമ്പോ ഭരണാധികാരിയുമായി അടുപ്പമുള്ള ഒരാളെ റെക്കമെൻഡ് കൊണ്ട് കൊല്ലുന്നതിന് പകരം കൊട്ടാരത്തിൽ വിളിപ്പിച്ചിട്ട് നിനക്കിവിടെ ഒരുപാട് ഭരണം തരാം, സ്ഥാനം തരാം, നീ എന്ന് ക്രിസ്തുമതം സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. മഹാനവറുകൾ തയ്യാറാകാതിരുന്നപ്പോ ഒരു പ്രൈവറ്റ് റൂമിൽ കൊണ്ടുപോയി വാതിലടച്ചു. ആ രാജാവിന്റെ സ്വന്തം മകളെ, വല്ലാത്ത സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്, റൂമിൽ കൊണ്ടുപോയി കയറ്റി കൊടുത്തു, വാതിലങ്ങടച്ചു. എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തു. ആ പെണ്ണ് രാത്രിയിൽ കിണഞ്ഞ് ശ്രമിച്ചു. പക്ഷേ തങ്ങൾ നല്ല ആരോഗ്യമുള്ള ആളാണ്, പക്ഷേ പടച്ചവനെ ഭയപ്പെടുന്നവനാണ്. തിരിഞ്ഞു നോക്കിയില്ല. നിരാശയായ പെണ്ണ് അതാ ചോദിക്കുന്നു, എന്തേ എന്നെ തിരിഞ്ഞു നോക്കാത്തത്? ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു, ഞാൻ എന്റെ ദീന് കൈയൊഴിക്കൂല. പെണ്ണ് നിരാശയായപ്പോ ചോദിച്ചു, നിനക്ക് നാട്ടിലേക്ക് പോകണോ? അതേ, പോകാൻ താല്പര്യമുണ്ട്, ഞാൻ വാതിൽ തുറന്നു തരാം. രാത്രി മാത്രമേ യാത്ര ചെയ്യാവൂ, പകല് ഒളിച്ചിരിക്കണം, പട്ടാളം പിടിച്ചു കൊണ്ടുപോകും. ഉമൈറിന് വലിയ സന്തോഷമായി. അതേ, വാതിൽ തുറന്ന് കിട്ടി. തങ്ങളുടെ യാത്രയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. രാത്രി യാത്ര ചെയ്ത് പകലായപ്പോൾ ഒളിച്ചിരുന്നു, വീണ്ടും രാത്രിയായി, വീണ്ടും ഒളിച്ചിരുന്നു. അതാ യാത്ര ചെയ്തു. അങ്ങനെ 4ാമത്തെ ദിവസം രാത്രിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ കാണുകയാണ് ഒരു കുതിര സംഘം. ആ കുതിര സംഘം പട്ടാളമാകുമെന്ന് കരുതി വേദനിച്ചു, ആശങ്കപ്പെട്ടു. അങ്ങനെ അടുത്തോട്ടെത്തുമ്പോ അവര് വിളിക്കുകയാണ്, ഉമൈർ, ഉമൈർ, ഉമൈറല്ലേ? അതേ, ഉമൈറാണ്. അടുത്തെത്തി നോക്കുമ്പോ ആരാണ്? നേരത്തെ കൂടെ വന്ന് വഴിക്ക് വെച്ച് രാജാവിന്റെ ഓർഡർ പ്രകാരം കൊല്ലപ്പെട്ടു പോയ സുഹദാക്കളാണ്. 7 ആളുകൾ സുഹദാക്കളാണ്. കുതിരപ്പുറത്ത് പോവുകയാണ്. ഉമൈർ ചോദിക്കുന്നു, നിങ്ങളൊക്കെ കൊല്ലപ്പെട്ടവരല്ലേ? നിങ്ങളെ കൊന്നിട്ടില്ലേ? എന്തേ ഈ കുതിര സവാരി? അവര് പറയുന്നു, ഞങ്ങൾ കൊല്ലപ്പെട്ടവരാണ്. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ആ മഹാന്റെ ജനാസയിൽ പങ്കെടുക്കാൻ ശുഹദാക്കളായ ഞങ്ങൾക്ക് സമ്മതം കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ മരിച്ചെടുത്ത് പോവുകയാണ്, കുതിരപ്പുറത്ത് പോവുകയാണ്. കൂട്ടത്തിലൊരാള് പറഞ്ഞു, കയ്യൊന്ന് നീട്ടൂ ഉമൈറേ, മദത്തുയദീ. ഞാൻ എന്റെ കയ്യങ്ങ് നീട്ടിക്കൊടുത്തു. ആ കുതിരപ്പുറത്തുള്ള ഒരാള്, ആ ശുഹദാക്കളിൽ ഒരാൾ എന്നെ പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റി. അതാ സ്പീഡിൽ യാത്ര തുടർന്നു. എന്റെ വീട്ടിന്റെ അടുത്തെത്തി, എന്റെ നാട്ടിലെത്തി. വീട്ടിന്റെ സമീപത്തെത്തിയപ്പോ എന്നോട് പറഞ്ഞു, ഇറങ്ങിക്കോ, ഇതിലെ അങ്ങ് നടന്നാൽ നിന്റെ വീടാണ്. ഈ സംഭവം രേഖപ്പെടുത്തിയത് ആരാണ്? സുഹദാക്കളെ വിളിച്ചു തേടാൻ പറ്റൂല എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യരും അദ്ദേഹത്തിന്റെ കൂടെ ജയിലിൽ കിടന്ന പണ്ഡിതനുമായ ഹാഫിദ് ഇബ്നു കസീർ, അദ്ദേഹത്തിന്റെ അൽ ബിദായത്തുൻ നിഹായിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. ഞാനിതെന്തിന് പറഞ്ഞു? മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അതേ അംബിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് സഹായം തേടുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടിയിൽ പച്ചാപ്പകലിൽ ശുഹദാക്കൾ വന്നിട്ട് അവര് പോരാടുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങളും ഒരുപാട് സഹകരണങ്ങളും ഒക്കെ പടച്ച റബ്ബ്
റബ്ബിന്റെ സൈന്യത്തിൽ നിന്ന് കിട്ടാറുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അസീസൻ ഹകീമാ. ആ സൈന്യങ്ങളുടെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് മുസ്ലിമീങ്ങളാകണ്ടേ, ഇസ്ലാം അനുസരിച്ചൊന്ന് ജീവിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് സിറിയയിൽ പ്രശ്നമാണ്, ഫലസ്തീനിൽ പ്രശ്നമാണ്, അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമാണ്. അങ്ങനെ തുടങ്ങി പല സ്ഥലത്തും പല രാഷ്ട്രത്തിലും ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അതേ ചോദിക്കട്ടെ, കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്ന മുസ്ലിം എത്രയാണ്? അതറിയുന്നവരെത്രയാണ്? ദീനനുസരിച്ച് ജീവിക്കുന്നവരെത്രയാണ്? അതുകൊണ്ട് ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങണം, നിരാശരാകാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകാതെ മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് മടങ്ങി ഇന്നുവരെ വന്ന തെറ്റുകൾ മാപ്പ് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ് പൊറുപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് ഭാഗ്യം ലഭിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുതഹല്ലിമീകളും മുഅ്മിനീകളും മുഅ്മിനാത്തുകളും ദുആരികളും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ ലത്തീഫ് ഹുസൈനി പ്രസംഗിച്ചു കഴിഞ്ഞു മരിച്ചു. വേറൊരു ചെറുപ്പക്കാരൻ അതേ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ കലക്ട്രേറ്റ് വാച്ച് അഭിമാനത്തോടെ മുദ്രാവാക്യം വിളിച്ച തെൻവീർ 27 വയസ്സ് കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോ മരിച്ചു. 24 വയസ്സ് മാത്രമുള്ള ജാബിർ വില്യാപ്പള്ളിയിൽ മറിഞ്ഞ് വീണ് മരിച്ചു. 17 വയസ്സുള്ള തസ്ലീം എന്ന കുട്ടി സിറാജുൽ ഹുദയിൽ പഠിക്കാനിരുന്ന സ്ഥലത്തുനിന്ന് മറിഞ്ഞ് വീണ് മരിച്ചു. ഈ പാവപ്പെട്ട എന്റെ മരണം എപ്പോഴാണ്? നിങ്ങളുടെ വേർപാട് എപ്പോഴാണ്? ആർക്കും പറയാൻ കഴിയൂല അല്ലേ? എന്നാൽ എപ്പോൾ വിളിച്ചാലും പോകാനുള്ള സന്നദ്ധതയോടെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് കരഞ്ഞ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പൊറുപ്പിച്ചിട്ട് ഇനി ബാക്കിയുള്ള സമയമൊന്ന് തഖ്വയിലായി ജീവിക്കുമെന്ന പ്രതിജ്ഞ എടുക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് ഭാഗ്യം ലഭിക്കണം, നമുക്ക് ഭാഗ്യം ലഭിക്കണം. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസുകൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ സംഘടനകൾ, ഞങ്ങളുടെ വേദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മജ്‌ലിസും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇന്ന് നേരം വെളുത്തതിന് ശേഷവും സിറാജുൽ ഹുദയിൽ വന്ന് ഒരുപാട് സ്വർണം തന്നവരുണ്ട്, നേർച്ച സംഖ്യകൾ തന്നവരുണ്ട്, ഇന്നലെയും തന്നവരുണ്ട്. റബ്ബേ, അതുപോലെ ഇവിടെ നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മജ്മഅ എന്ന മഹത്തായ സ്ഥാപനമുണ്ട്, അതുപോലെ നമ്മുടെ മർക്കസുകളുണ്ട്, മഅദിനുകളുണ്ട്. റബ്ബേ, ഞങ്ങളുടെ സർവ്വ സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്. ആരെന്ത് ഉദ്ദേശം വെച്ച് നേർച്ച ചെയ്തവരുണ്ടോ, സദഖ ചെയ്തവരുണ്ടോ, ഈ പരിപാടിക്കാര് പ്രവർത്തിച്ചുവോ സഹായിച്ചുവോ, നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ പലരുമുണ്ട്. അലിയാരാജിയെ സംബന്ധിച്ച് നേരത്തെ ഓർമ്മിപ്പിച്ചു, അതുപോലെ സഖാഫിയെ ഓർമ്മിപ്പിച്ചു. റബ്ബേ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ പലരുമുണ്ട്. ഞങ്ങളുടെ കുറ്റമ്പാറ ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് മരിച്ചുപോയ, ഞങ്ങളെ വീട്ടിൽ വെച്ച് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, സ്നേഹിച്ച ജനങ്ങളുണ്ട്, സഹകരിച്ചവരുണ്ട്. റബ്ബേ, മരിച്ചവർക്കെല്ലാം
അവരെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മരിക്കുമ്പോ സന്തോഷത്തോടെയുള്ള മരണം തരണേ അല്ലാഹ്. ഞങ്ങളിൽ ആർക്കെന്ത് ഖൈറായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ സാലിഹായ കുട്ടിയെ നൽകണേ അല്ലാഹ്. ഖത്തറിലുള്ള വലിയൊരു സഹകാരി മകന്റെ ഭാര്യ 2 കുട്ടി വയറ്റിലുണ്ട്, 5ാമത്തെ മാസത്തിൽ ചെറിയ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, സമയവും മാസവും ഒക്കെ തികഞ്ഞ് ആരോഗ്യമുള്ള കുട്ടികളായി സുഖപ്രസവം നൽകണേ അല്ലാഹ്. പലവിധ രോഗികളുണ്ട്, ഞങ്ങൾക്കും അവർക്കുമുള്ള ഏത് രോഗവും നീ ശിഫ നൽകണേ അല്ലാഹ്. വിവാഹം നടക്കേണ്ടവരുണ്ട്, നീ അവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടാകേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാഹ്. തൊഴിലില്ലാത്തവരുണ്ട്, നീ തൊഴിൽ നൽകണേ അല്ലാഹ്. ഇന്നും ബിസിനസ്സിലും തൊഴിലിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് ദിക്റുകളൊക്കെ വാങ്ങിയവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹ്, അവർക്കും ഞങ്ങൾക്കൊക്കെ ഐശ്വര്യം തരണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. മരിക്കുമ്പോൾ കടമില്ലാതെ മരിപ്പിക്കണേ അല്ലാഹ്. കടപ്പാട് വീട്ടാൻ നീ എളുപ്പമാക്കണേ അല്ലാഹ്. റബ്ബേ, നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും നീ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. തഖ്വയോടെയുള്ള ജീവിതം തരണേ അല്ലാഹ്. റബ്ബേ, ഏത് വിഷമങ്ങൾ ആർക്കുണ്ടോ ആ വിഷമം നീ നീക്കി തരണേ അല്ലാഹ്. ലൈസൻസിന്റെയും പാസ്പോർട്ടിന്റെയും അതുപോലെ വിസയുടെയും ഇഖാമയുടെയും 100 പ്രശ്നങ്ങളുള്ളവരുണ്ട്. സ്വന്തം സ്വത്തുക്കൾ കഫീല് പിടിച്ചെടുക്കുന്നവരുണ്ട്, പിടിച്ചെടുത്തവരുണ്ട്. റബ്ബേ, അതുപോലെ ഏത് പ്രയാസമുള്ളവരുണ്ടോ നീ അവർക്ക് ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാഹ്. ശർറുകൾ അടക്കണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്താക്കി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് എതിരേൽക്കുന്ന വിധം ഈ സാലിഹീകൾക്ക് കൊടുക്കുന്നൊരു വേർപാടില്ലേ, മുത്തഖീകളെ വിളിക്കുന്നൊരു വിളിയില്ലേ. ഞങ്ങൾ അവരെ കൂട്ടത്തിൽ പെട്ടില്ലെങ്കിലും ഞങ്ങൾ അവരെ പ്രിയം വെക്കുന്നവരാണ് അല്ലാഹ്. അവരുടെ ഹക്ക് ജാഹ് ബറകത്ത് കൊണ്ട് അവരെ സ്നേഹിക്കുന്നവരെന്ന നിലക്ക് ഞങ്ങൾക്കും ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഒരു പ്രവർത്തകന്റെ